ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ കേൾക്കുമ്പോൾ പുതുമ ഒന്നും തോന്നണമെന്നില്ല. പക്ഷേ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതും വളരെ ബുദ്ധിമാന്മാരായ പലരും പെട്ടുപോയിട്ടുള്ളതുമായ ചില കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് മാർച്ചിൽ പുതുക്കിയതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 18-ന് ഒരു വാട്സാപ്പ് മെസ്സേജ് എനിക്ക് വന്നു. നിങ്ങളുടെ കാർ ഇൻഷുറൻസ് പുതുക്കാനുള്ള അവസാന തീയതി ഇന്ന് ഓഗസ്റ്റ് 18-ന്. ഉടൻ ക്ലിക്ക് ചെയ്ത് പണം അടയ്ക്കുക. നോക്കൂ, 2027 മാർച്ച് 30 വരെ കവറേജുള്ള ഇൻഷുറൻസ് പുതുക്കണമെന്ന് കാട്ടി വണ്ടി നമ്പരും വാഹനത്തിൻ്റെ പേരും ഉൾപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി കാണിച്ചുകൊണ്ട് വാട്സാപ്പ് സന്ദേശം വരികയാണ്. തട്ടിപ്പുകാർ വെറുതെ അങ്ങ് ഒരു ഊഹത്തിനൊന്നും അയക്കുന്ന സന്ദേശമല്ലിത്. നമ്മുടെ സർവ്വ വിവരങ്ങളും ശേഖരിച്ച് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കഥ അവർ നിർമ്മിക്കുകയാണ്. ഇന്ന് അവസാന തീയതി, 2 മണിക്കൂറിനകം വൈദ്യുതി വിച്ഛേദിക്കും, നിങ്ങളുടെ വാഹനത്തിന് ചെല്ലാനുണ്ട്, ബാങ്ക് KYC അവസാനിക്കുന്നു, നിങ്ങളുടെ പേരിൽ വന്ന പാഴ്സലിൽ നിയമവിരുദ്ധമായ വസ്തുക്കൾ കണ്ടെത്തി, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ അവസരം തരാതെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ലിങ്ക് തുറന്നാൽ ചിലപ്പോൾ യഥാർത്ഥ കമ്പനിയുടേതെന്ന് തോന്നുന്ന വെബ്സൈറ്റൊക്കെ കാണാം. ചിലപ്പോൾ പോളിസി ഡോക്യുമെൻ്റ്, ചെല്ലാൻ റെസിപ്റ്റ്, വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ തുടങ്ങിയ പേരുകളിൽ ഏതെങ്കിലും ഒരു APK ഫയൽ വരാം. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ചോദിക്കുന്ന അനുമതികൾ നമ്മൾ അറിയാതെ അനുവദിച്ചു പോയാൽ ഫോണിലെ SMS, OTP, കോണ്ടാക്റ്റുകൾ, അറിയിപ്പുകൾ, ചിലപ്പോൾ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കുറ്റവാളികളുടെ നിയന്ത്രണത്തിലാകും. ഒരു കാര്യം ഓർക്കുക, പണം സ്വീകരിക്കാൻ UPI പിൻ നൽകേണ്ടതില്ല. QR കോഡ് സ്കാൻ ചെയ്ത് പിൻ നൽകുന്നത് പണം ലഭിക്കാനല്ല, പണം അയക്കാനാണ്. വാട്സപ്പ് വഴി ലഭിക്കുന്ന APK ഇൻസ്റ്റാൾ ചെയ്യരുത് ഒരു കാരണവശാലും. ഇൻഷുറൻസ്, ബാങ്ക് ചെല്ലാൻ എന്നിവ പരിശോധിക്കേണ്ടത് സന്ദേശത്തിലെ ലിങ്കിലൂടെയല്ല, ഔദ്യോഗിക ആപ്പോ വെബ്സൈറ്റോ സ്വയം തുറന്ന് പരിശോധിക്കണം. അബദ്ധത്തിൽ APK ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഓഫ് ചെയ്യുക, സംശയകരമായ ആപ്പ് നീക്കം ചെയ്യുക, ബാങ്കിനെ അറിയിച്ച് UPI സേവനം തടയുകയും പിന്നുകളും പാസ്വേഡുകളും സുരക്ഷിതമായ മറ്റൊരു ഉപകരണത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഡിജിറ്റൽ കാലത്ത് നമ്മെ സംരക്ഷിക്കുവാനുള്ള ചുമതല നമുക്ക് മാത്രമാണ്. കരുതിയിരിക്കുക. OS ടോക്സിൽ വീണ്ടും കാണാം.